ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഇത് ഞാനൊരു രണ്ടാഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് തീരെ ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു റെഡ് കളർ ടോപ്പായിരുന്നു, ഒരു ലോങ് ടോപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു, കോട്ടൺ ആണ് കേട്ടോ ടോപ്പ്. ഈ ക്രോപ്പ് ടോപ്പ് ഒരു ബനിയൻ മെറ്റീരിയലാണ് വരുന്നത്. ബാക്ക് നെക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ക്രോച്ചറ്റില്ലേ, മറ്റേ നൂല് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുന്നി എടുക്കില്ലേ, അതാണ്. ഇതും ഒരു കോട്ടൻ്റെ ടോപ്പാണ്. ഇതിന് 899 കേട്ടോ. പിന്നെ നമ്മൾ പോയത് പാർട്ടി വെയർ സെക്ഷനിലാണ്. അവിടെ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ കോട്ടൻ്റെ ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ടൈ പോലെ വന്നിട്ടുണ്ട്, നമുക്കിങ്ങനെ ബോ പോലെയൊക്കെ കിട്ടിയേക്കാം. പിന്നെ ഞാൻ കണ്ടത് ഈ വൈറ്റ് കളക്ഷനാണ്. കുറേ വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഈ പാർട്ടി വെയർ ആണ് കേട്ടോ. ഇതൊരു ലോങ് ഗൗണാണ്, നല്ല മെറ്റീരിയലാണ്, പെട്ടെന്ന് അലക്കിയാൽ ഉണങ്ങും, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു അത്. ഇതും കൈകൊണ്ട് തുന്നുന്ന ആ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയത് ഈ വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ എൻ്റെ കണ്ണ് പോയത് ഈ പിങ്ക് സെക്ഷനിലേക്കാണ് കേട്ടോ. ഗേൾസിൻ്റെ ഫേവറേറ്റ് ആണല്ലോ എപ്പോഴും പിങ്ക്. അപ്പോൾ ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിൻ്റെ കൈ ഞാൻ കുറേ നേരം നോക്കിയിട്ട് അവസാനം കണ്ടുപിടിച്ചു. നല്ലൊരു മോഡലായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ കണ്ടത് ഈ പിങ്ക് ടോപ്പാണ്. ഇത് കുറച്ച് ലോങ് ടോപ്പാണ് കേട്ടോ. ഇത് അവിടെ ആ ഡമ്മി ഇട്ട് നിൽക്കത്തില്ലേ, അതുപോലെയാണ് അതിൻ്റെ മോഡൽ വരുന്നത്. പിന്നെ ഞാൻ എടുത്തത് ഈ ജാക്കറ്റാണ്. ഇതൊരു സ്ട്രഗായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ജാക്കറ്റ് നമുക്ക് കുറേ ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഒരു പാർട്ടി വെയർ, അതിൻ്റെ ഷോർട്ടാണ് കേട്ടോ. അതിന് 899 വരുന്നത്. ഇതൊരു ടോപ്പാണ്. ഇത് ഫുൾ ബനിയൻ മെറ്റീരിയലാണ്. നമുക്ക് ജിമ്മിൽ പോകുമ്പോഴൊക്കെ ഇടാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പോയത് പാൻറ്റിൻ്റെ സെക്ഷനിലേക്കാണ്. ബാഗി പാൻറ്റ് ഉണ്ടായിരുന്നു, ജോഗർ ഉണ്ടായിരുന്നു, സ്കിൻ ഫിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ടൈപ്പ് പാൻറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ജംപ് സൂട്ട് മോഡൽ ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ട്രൗസർ പോലെയാണ് വരുന്നത്. പിന്നെ ഞാൻ ചുമ്മാ അവിടെ നിന്ന് ഒരു പാൻറ്റും ഒരു ഷർട്ടും എടുത്തിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ പാൻറ്റ് വെച്ച് നോക്കി. ഇതും നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. പാൻറ്റിനൊക്കെ 899 699 ആ ഒരു റേഞ്ചാണ് വരുന്നത്. പിന്നെ കുറേ അധികം ഗേൾസിൻ്റെ ടോപ്പുകളെ കളക്ഷൻ ഇപ്പോൾ അവിടെ ഉണ്ട്. ഈ ബ്ലാക്ക് ടോപ്പ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ കളക്ഷനൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ടൈപ്പ് ബനിയനൊക്കെ ഉണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാൻറ്റാണ് കേട്ടോ. നമ്മൾ ഈ കൊറിയൻ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനൊക്കെ ഇടാൻ പറ്റിയ ഒരു പാൻറ്റാണ്. അങ്ങനത്തെ ഒരു പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പോയത് ഈ സെക്ഷനിലേക്ക്, നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ ഉണ്ടാവില്ലേ, ആ സെക്ഷനിലേക്കാണ്. അതിൻ്റെ ഒരു സൈഡിലാണ് 299 ബനിയൻ ടോപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ അധികം നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ഈ സെക്ഷനിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ മേക്കപ്പ് സെക്ഷൻ. ഇവിടെ മസ്കാര, ഹൈലൈനർ, മേക്കപ്പ് ടിഷ്യൂ, പിന്നെ ചീക്ക് ടിൻ്റ് ഇല്ലേ, അത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറന്നുപോയി. ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ കുറേ ന്യൂഡ് ഷെയ്ഡിലുള്ള നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നെയിൽ പോളിഷൊക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു നെയിൽ പോളിഷ് റിമൂവറും ഒരു നെയിൽ പോളിഷൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇട്ട് നമ്മൾ ആഗ്രഹമൊക്കെ തീർക്കാം. അതിനൊക്കെ പറ്റുമോ, അത്ര ചെറിയ പൈസയല്ലേ ഉള്ളൂ. പിന്നെ ഈ ബോഡി ക്രീം, ബോഡി ലോഷൻ, അതിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ. സാധാരണ ഈ സ്റ്റുഡിയോയിൽ പോയ ഗേൾസൊക്കെ ചെയ്യുന്ന പോലെ ഞാനും ആ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ പോയിട്ട് 2-3 ഷെയ്ഡൊക്കെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇക്കാക്കനോട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അവിടെ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, പിന്നെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കിൽ ലിക്വിഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ ഈ കൊറിയൻ ലിപ്സ്റ്റിക്കില്ലേ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് കളയുന്ന അങ്ങനത്തെ ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതവിടുത്തെ ബനിയൻ്റെ കളക്ഷനാണ്. നമുക്ക് ഇപ്പോൾ ക്യാഷ്വലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു ബാഗി പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബനിയനൊക്കെ വാങ്ങിയിട്ടിട്ടാൽ നല്ല രസമുണ്ടാവും. ഇതിന് 299 വരുന്നത്. പിന്നെ ഞാൻ പോയത് അണ്ടർ ഗാർമെൻറ്റ്സ് ഇല്ലേ, നമ്മളെ
ബ്രാ പാൻറ്റ് ആ സെക്ഷനിലേക്കാണ് പോയത്. അവിടെയും കുറേ അധികം കളക്ഷൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടോപ്പ് കണ്ടപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ബാൻഡഡ് ബ്രായോ അതാണ്, കുറച്ചിങ്ങനെ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രാ ആണ്. ഇത് എൻ്റെ കയ്യുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇതിന് 499 ആണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആയിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ട്രൗസർ പോലത്തെ പാൻറ്റീസാണ് കേട്ടോ. ഇത് പിന്നെ പാൻറ്റീസിൻ്റെ ഒരു കോംബോ ആണ്, 3 എണ്ണം ഉണ്ടായിരുന്നു. അതിനെന്തോ 299 399 എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പാഡഡ് ബ്രാസ് ആണ് കേട്ടോ. അവിടെ അധികം പാഡഡ് ബ്രാസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ 399 ചെരുപ്പുകളാണ് ഇപ്പോൾ കാണുന്നത്, ഹീൽസ് അല്ല കേട്ടോ. ഇതൊക്കെ ഫ്ലാറ്റാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ചെരുപ്പിൻ്റെ സെക്ഷനിലും. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ പർപ്പിൾ കളർ ഷൂ ഇട്ടിട്ട് കുറച്ച് പട്ടിഷോക്ക് ചെയ്ത്, എൻ്റെ ഷൂ ആണ് നിങ്ങൾ ആ സൈഡിൽ കിടക്കുന്നത്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ നോക്കിയത് ഈ പർപ്പിൾ കളർ ഷൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഹീലഡ് ആയിട്ടുള്ള ഷൂ ആയിരുന്നു കേട്ടോ. കുറേ അധികം ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയത് ഈ ഹീൽസാണ്, വൈറ്റ് കളർ ഹീൽസ്. ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 799 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ക്രോക്സ് പോലത്തെ അതാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പച്ച ഫ്ലൂറസൻ പച്ച നോക്കി, ഇത് നല്ലൊരു ചപ്പലായിരുന്നു. പിന്നെ ഞാൻ ഈ പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഈ ചെരുപ്പ് നോക്കി. ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ, നമുക്ക് പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫാമിലീസ് വന്നു ചെരുപ്പ് എടുക്കാൻ. അതിൽ 2 പിള്ളേരുണ്ടായിരുന്നു. മക്കളെ അവിടെയുള്ള ഫുള്ള് ചെരുപ്പും അവർ വലിച്ചിട്ടു. ഇത് അവർ അവിടുത്തെ സെയിൽസ്മാൻമാരും എത്ര കഷ്ടപ്പെട്ടിട്ടാവും എടുത്തു വെക്കുന്നുണ്ടാവുക, അതൊന്നും അവർ നോക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കുട്ടികൾ വലിച്ചിടുന്ന കാണുമ്പോഴെങ്കിലും പറയണ്ടേ അങ്ങനെ ചെയ്യലേന്ന്, അതൊന്നും നോക്കുന്നില്ല. അവരിങ്ങനെ കുറേ വലിച്ചിട്ടിട്ട് നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് അവിടെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച്. പിന്നെ പിന്നെയും കുറേ ഫ്ലാറ്റിൻ്റെ സെക്ഷനാണിത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഞാൻ എല്ലാം എടുത്തത് മീഡിയത്തിലാണ് എടുത്തത്. ആ ക്രോപ്പ് ടോപ്പും പിന്നെ ആ സ്ട്രഗും പലാസോ പാൻറ്റും എല്ലാം ഞാൻ മീഡിയമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി പോയത്. അതിൻ്റെ ഇടയ്ക്ക് ട്രയൽ ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് 899 വരുന്നത്, ഫുൾ കോട്ടൺ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ കുറേ ഇതുപോലത്തെ ടോപ്പുകൾ ഉണ്ടായിരുന്നു. ഇതും ഫുൾ കോട്ടൺ ആണ്, ഇങ്ങനെ അരയിൽ ഇങ്ങനെ ടൈ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഒരു വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പാണ്. അതിന് 599 ആണ് വരുന്നത്. ഇതും ഒരു വൈറ്റ് കളർ കുറച്ച് നമ്മുടെ മുട്ടിൻ്റെ അത്രയുള്ള ടോപ്പാണ് കേട്ടോ. ഇവിടെ അധികം കോട്ടൻ്റെ ടോപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് ആൺകുട്ടികളെ ബോയ്സില്ലേ, ബോയ്സിൻ്റെ 3/4 ആണ് കേട്ടോ. ഇതും കോട്ടനാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ ബോയ്സിൻ്റെയാണ്. ഇതിന് 149 എന്തോ ആണ് അതിന് റേറ്റ് വന്നിട്ടുണ്ടായത്. ബോയ്സിൻ്റെ ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഈ കുഞ്ഞി ഷർട്ടൊക്കെ ആൺകുട്ടികൾക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ സുതികളൊക്കെ നല്ലോണം ഷർട്ടിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പോവാം, കാരണം നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവരെന്തായാലും റീസ്റ്റോക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞാൻ പോയത് ഗേൾസിൻ്റെ സെക്ഷനിലേക്കാണ്. ചെന്നപ്പോൾ തന്നെ കണ്ടത് ആ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടത് ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുൽസുവിന് ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ട് അവൻ്റെ കൂടെ കളിക്കുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ കുറച്ച് ട്രൗസറൊക്കെ നോക്കി. ഇതിനൊക്കെ 249 ആണ് വരുന്നത്. പിന്നെ 199 ട്രൗസേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഈ ടോപ്പാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടത് ഇതല്ല കേട്ടോ. ഇത് ക്ലിപ്പ്, നമ്മളെ ഹെയർ ആക്സസറീസിൻ്റെ കുറേ കളക്ഷൻ 79 രൂപ മുതലുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്രാവശ്യം വെറൈറ്റി ആയിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് 3 ലിപ്സ്റ്റിക്കും 199 ആണ് ഉണ്ടായിരുന്നത്. എനിക്ക് അപ്പോൾ ഒന്നും വാങ്ങണം തോന്നിയിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് വാങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങാം. പിന്നെ നമ്മളെ ലിക്വിഡ് ആയിട്ടുള്ള ലിപ് ഗ്ലൗസും ലിപ് ലൈനറും പിന്നെ അങ്ങനത്തെ ലിപ് ബാമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ പോയത് ബോയ്സിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഷൂട്ട് ചെയ്യാൻ, കാരണം നമ്മളെ ഒരു ഏരിയ അല്ലല്ലോ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു
സെയിൽസ് ഗേളും സെയിൽസ് ബോയും കൂടിയിട്ട് നല്ലോണം സ്റ്റോക്ക് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് ആ ഷർട്ട്, ഡൈ ചെയ്ത ഷർട്ടായിട്ട് 2-3 കളറിൽ ഡൈ ചെയ്താണ്. ഇതിങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ ഷെയ്ഡുള്ളൊരു ഷർട്ട് ഉണ്ടായിരുന്നു. ഷർട്ടിൻ്റെ ഒക്കെ മെറ്റീരിയൽ അടിപൊളിയാട്ടോ. പിന്നെ നമ്മൾ സുതിയോന്നൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവും. അപ്പോൾ അതൊന്നും അങ്ങനെ ആവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ അതേ കുറേ കളക്ഷൻ നിങ്ങളിപ്പോൾ ബോയ്സിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിലിപ്പോൾ ഞാനെന്ത് വിവരിക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഷൂസും ചെരുപ്പിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സുതിയോ ഹോള്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും, എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്ക് ഹെൽപ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അവർക്ക് ഇനി കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇനി അവർക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡ്രസ്സ് എടുക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ സുതിയുടെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തരാ, വേറെ എന്നിട്ടാ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.